നമ്മൾ വിഷുവിന് കണി വെക്കാൻ മേടിച്ച കൃഷ്ണ കേട്ടോ. ഇത് 300-250 രൂപയായിട്ടായിരുന്നു ഞാൻ കണ്ണൂരിൽ നിന്ന് മേടിച്ചായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ഇതിന് ഡിസൈൻസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കുറച്ച് ഡിസൈൻസെല്ലാം വരുന്നത് 800 രൂപയ്ക്ക് മുകളിലാവും കേട്ടോ അതിന്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഡിസൈൻ ഇല്ലാതൊന്നും മേടിക്കണ്ട, നമുക്ക് തന്നെ ഡിസൈൻ ആക്കിയാൽ പറ്റും, എന്തിനാണ് വെറുതെ പൈസ കളയുന്നതുകൊണ്ട് ഞാൻ സാധാ ടൈപ്പ് മേടിച്ച്. ഇതിൻ്റെ മറ്റേ എന്താണ് ഇത് ക്ലേ ആണെന്ന് തോന്നുന്നു. പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസും പിന്നെ ഫൈബറിൻ്റെയും ഉണ്ട്. ഫൈബറിൻ്റെ ആവുമ്പോൾ പൊട്ടൂല. ഇതൊക്കെ ശരിക്കും പൊട്ടുന്നതേ ഉള്ളൂ, പെട്ടെന്ന് പൊട്ടു കിട്ടാം. പക്ഷേ കുഴപ്പമില്ല, നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് ഇത് മതിയല്ലോ. ഇനിയിപ്പോൾ അവിടെ വെച്ചടിക്കായിരിക്കും. പിന്നെ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. ആദ്യം തന്നെ ഒരു കവറുണ്ടാവും, അതിന് നമ്മൾ ആ കവറിൽ അയച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സീക്വൻസ് ആട്ടോ, സീക്വൻസ് അല്ല ബീഡ്സാണ്. ബീഡ്സ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒട്ടിച്ച് കൊടുക്കും. നമ്മൾ ഗുരുവായൂരിൽ വാങ്ങുമ്പോൾ അത്ര വലിയ പൈസ ഇല്ല കേട്ടോ ഇവിടെ, പക്ഷെ ഭയങ്കര പൈസയാണ് ഇവിടെ. ചെറിയത് ഇതേ ഹൈറ്റുള്ള തന്നെ സ്റ്റാർട്ടിങ് 800 അങ്ങനെ പറഞ്ഞത്. സ്റ്റാർട്ടിങ് അവർ പറയുന്നത് 800 രൂപക്കാണ്. പിന്നെ അതിലും കൂടും, 1500 1600 ആ റേറ്റിൽ വരും. ഗുരുവായൂരാകുമ്പോൾ നമുക്ക് അത്ര വലിയ പൈസ ഒന്നുമില്ല. നിങ്ങൾ മാക്സിമം ഗുരുവായൂർ പോയിട്ടാകുമ്പോൾ വാങ്ങുന്നതായിരിക്കും ബെറ്റർ. അവിടെയാകുമ്പോൾ ഇത്ര പൈസ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നല്ല കൃഷ്ണനെ കിട്ടുകയും ചെയ്യും, നല്ല ഐശ്വര്യമുള്ള കൃഷ്ണന്മാരെ കിട്ടും. അപ്പോൾ നമ്മൾ ഫുൾ ബീഡ്സായിട്ട് വെച്ചിട്ടുള്ളത്. ഇതൊരു ഗോൾഡൻ കളർ ബീഡ്സാണ്. ഈ ബീഡ്സിന് പാക്കറ്റ് 20 രൂപക്കാണ് എടുക്കുക. അത് ഇങ്ങനെ ടേബിൾ സ്പൂണാണ്. അപ്പോൾ ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂണായിട്ടാണ് ഞാൻ എടുത്തതെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് വേറെ ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് 2 ടേബിൾ സ്പൂൺ എടുക്കുക ചെയ്തത്. ഇപ്പോൾ പാക്കറ്റായിട്ടും കിട്ടും. ഒരു പാക്കറ്റിലും ഇതുപോലെ എത്രയാ 15 രൂപ അങ്ങനെയായിട്ടാണ് തോന്നുന്നു കേട്ടോ. ഒരു പാക്കറ്റിൽ അത്രയും ഉണ്ടാവുള്ളൂ, കുറച്ചേ ഉണ്ടാവുള്ളൂ. നമുക്ക് ആവശ്യാനുസരണം മേടിക്കാം, അല്ലാണ്ട് പാക്കറ്റായിട്ടും മേടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഓൾറെഡി ഈ മാല ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഈ സീക്വൻസും അതെല്ലാം ഉള്ളേ, അതായത് നമ്മളെ ബീഡ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അതിൽ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഞാനും ഇവിടെ അങ്ങനെ തന്നെ ആട്ടോ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആ ബീഡ്സ് അങ്ങനെ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ ബീഡ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്.
നമ്മൾ ഈ ഒട്ടിച്ചു കൊടുക്കുന്ന മാലൊക്കെ ഉണ്ടല്ലോ 15 രൂപയാണ് മീറ്ററിന് വരിക. 15 രൂപയാണ് മീറ്റർ. ഒരു മീറ്റർ വാങ്ങിയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് 1 മീറ്റർ മേടിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ഈ കിരീടത്തിൽ ഒരുപാട് വർക്ക് കൊടുക്കണം, അപ്പോൾ മാത്രമേ നന്നായിട്ട് നമ്മുടെ കൃഷ്ണൻ തിളങ്ങുള്ളൂ. കിരീടത്തിൽ കംപ്ലീറ്റ് വർക്ക് കൊടുത്തേക്കണം, അപ്പോൾ കൃഷ്ണൻ നല്ല അടിപൊളിയായിട്ട് അങ്ങ് തിളങ്ങും. പിന്നെ നമ്മൾ ഈ ആദ്യം കൊടുത്ത ബീഡ്സില്ല, ആ ബീഡ്സിൻ്റെ മുകളിൽ നമ്മൾ ഈ മാല അങ്ങനെ തന്നെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിന് കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ കാണും. നിങ്ങളത് ഒഴിച്ച് വിടരുത്. കണ്ട, ഒഴിച്ച് വിട്ടത് നമ്മൾ ഇത് ഒട്ടിച്ച് കൊടുത്തത് നമ്മൾ കാണാൻ നല്ല ഡിഫറൻസ് ഇല്ലേ. അപ്പോൾ അങ്ങനെ എന്തായാലും ചെയ്ത് കൊടുക്കണം, മറ്റേതുപോലെ ചെയ്ത് കൊടുക്കരുത്. പിന്നെ ഇതിൽ യൂസ് ചെയ്ത ഗമ്മ് നമ്മളെപ്പോൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ B7000 ആണ്. അത് ഇളകി വരുമോ പരിപാടിയോ ഒന്നുമില്ല, ഇതുപോലെ തന്നെ ഒട്ടി നിൽക്കും, ഒരു ഇതിലും ഇളകി വരില്ല കേട്ടോ. ഇതെന്തിനാട്ടെ എല്ലാം കാര്യക്കുന്നേ.